ലോക യോഗാ ദിനാചരണത്തിൽ ചെറുപുഴ ഗ്രാമീണ വായനശാല സെമിനാർ സംഘടിപ്പിച്ചു. യോഗ പഠന കേന്ദ്രത്തിന്റെ 34ാമത് വാർഷികാഘോഷവും നടന്നു. പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ. മർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. ചെറുപുഴ ഗ്രാമീണ വായനശാലയും യോഗാ പഠന കേന്ദ്രവും സംയുക്തമായി യോഗാ ദിനാചരണവും ചെറുപുഴ യോഗാ പഠന കേന്ദ്രത്തിന്റെ 34ാം വാർഷികവും സംഘടിപ്പിച്ചു. യോഗത്തിൽ K. ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഇന്ന് രാവിലെ 7 മണി മുതൽ ഇവിടെ നമ്മുടെ യോഗാ കോഴ്സ് ഇവിടെ നടത്തി. അതുപോലെ തന്നെ ചിറ്റാരിക്കായാലും സ്കൂളുകളിലൊക്കെ നടത്തി. അതിന്റെ ബോധവൽക്കരണമൊക്കെ നടത്തി. എന്തുകൊണ്ടാണ് അവിടെയൊക്കെ ഉന്നയിച്ച ചോദ്യം, എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം തെരഞ്ഞെടുത്തു? ഇത് ജൂൺ 21 ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഇന്ന് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ അങ്ങേയറ്റം നോർത്ത് ഭാഗത്ത് നിൽക്കുന്ന ഒരു ദിവസമാണ്. എന്ന് പറഞ്ഞാൽ പകൽ വളരെ കൂടും. ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റവർക്ക് അറിയാം, ഒരു 5:15 തന്നെ വെളിച്ചം വീട്ടിട്ടുണ്ടാവും. 5:15 ഇന്ന് രാവിലെ 5:15 ഞാൻ പുറപ്പെട്ടതാണ്. അപ്പൊ നല്ല വെളിച്ചത്തിലാണ്, ലൈറ്റൊന്നും ടോർച്ചൊന്നും വേണ്ട. അപ്പോൾ ഏറ്റവും പകൽ ദൈർഘ്യമുള്ള ഒരു ദിവസമാണ്. ഉത്തരായനം എന്നാണ് പറയുന്നത്. നമ്മുടെ ഭീഷ്മര് ശരശിയിൽ കിടക്കുമ്പോൾ എനിക്ക് ഉത്തരായനം വരെ സമയം തരണം ഇങ്ങനെ മരിക്കാൻ എന്ന് പറഞ്ഞു. ഉത്തരായനമാണ് ഈ ദിവസം. കൂടുതൽ പകലുള്ള ദിവസമാണ്. കൂടുതൽ പകലുള്ള ദിവസം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഇത് തന്നെയാണ്. പകൽ കൂടുമ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളൊക്കെ കൂടുതലായിട്ട് ഇവിടെ എത്തുമ്പോൾ കൂടുതൽ എനർജി ഇവിടെ കിട്ടും. എല്ലാം ആരംഭിക്കാതെ നല്ല ദിവസം എന്നുള്ള നിലയിലാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല വാർഷിക യോഗവും യോഗാ ദിനാചരണവും ഉദ്ഘാടനം ചെയ്തു. നാം ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ പ്രസക്തി സമൂഹത്തിൽ ഏറ്റവും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകത വെച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് യോഗ. യോഗ എന്ന വാക്കിന്റെ അർത്ഥം ചേർച്ച എന്നാണല്ലോ. പഞ്ചേന്ദ്രിയങ്ങളുടെ കൂടിച്ചേരൽ. നമ്മുടെ മനസ്സിനെയെല്ലാം ഏകാഗ്രമായി വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഏത് രീതിയിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കേണ്ടത്, രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതുകൂടി ഇതിനൊരു പ്രാധാന്യമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു നിമിഷമെങ്കിലും നമുക്ക് നമ്മിലേക്ക് തന്നെ മാറാനുള്ള ഒരു ശ്രമം. അവിടെ ഏറ്റവും രാവിലെ 5 മണി 5:30 യോഗ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല. യോഗാ പഠന കേന്ദ്രം ഉപദേശക സമിതി അംഗം P. ശശിധരൻ, ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബാലകൃഷ്ണൻ, ചെറുപുഴ നവജ്യോതി കോളേജ് ഡയറക്ടർ ഫാദർ സിജോയ് പോൾ, R. K. പത്മനാഭൻ, BR സുനിൽ, TP ചന്ദ്രൻ, J. സെബാസ്റ്റ്യൻ, സുലേഖ വിജയൻ, ജയൻ പെരിങ്ങാല, CK കുഞ്ഞികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 10-15 എക്സസൈസുകൾ ചേർന്നതാണ്. അതിന്റെയൊക്കെ ഭാഗങ്ങളാണ്. ഇതൊക്കെ ഓരോ എക്സസൈസിന്റെ ഭാഗങ്ങളാണ്. അതെല്ലാം ചേർന്നാണ് സൂര്യ നമസ്കാരം. മുന്നോട്ട് നോക്കിയിട്ട് വലതുകാലം ആണെന്നും മറ്റേ ഇടതുകാലം കാലുവേദന, നടുവേദന, മുട്ടുവേദന തുടങ്ങിയത് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, വയറിനുണ്ടാകുന്ന പ്രോബ്ലംസ്. ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെ പര്യായം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.